ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നാലര മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 4.5 മീറ്റർ ആണ് ഈ വീടിന്റെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ്. ഒരു ഭാഗത്തായി സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്തായിട്ട് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ദർശനമായി വരുന്ന ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണുള്ളത്. ഇവിടെയായിട്ട് 14.5 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയായിട്ട് 8 അടി വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ലഭ്യമാണ്. ഇപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 7 അടി വീതിയാണ് ഈ ഭാഗത്തിനുള്ളത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 5 അടിയോളം വീതിയാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയോളം വീതിയാണ് ഈ ഭാഗത്തിനുള്ളത്. വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 5 അടിയോളം വീതിയാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ ഈ വീടിന്റെ സിറ്റൗട്ടിലാണുള്ളത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ സിറ്റൗട്ട് വരുന്നത്. ഏകദേശം 10 അടി നീളവും 5 അടി വീതിയുമാണ് സിറ്റൗട്ടിനുള്ളത്. വീടിന്റെ പ്രധാന വാതിലും വടക്ക് ദർശനമായിട്ടാണ് വരുന്നത്. തീർത്തും തേക്കിൽ തന്നെയാണ് പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് വാതിൽ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. ഏകദേശം 11 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടി നീളവും 8 അടി വീതിയുമുള്ള ഈ കിച്ചൺ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 11 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമുള്ള ഈ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഇവിടെ സ്റ്റെയർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ടീക്ക് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
സ്റ്റെയർ കയറി വരുമ്പോൾ വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് വരുന്നത്. അപ്പർ ലിവിങ്ങിന് 11 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണുള്ളത്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്ക് നമ്മൾ പോകുന്നത്. ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ഇവിടെ UPVCയുടെ ഒരു സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഏകദേശം 13.5 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്ന് UPVCയുടെ ഒരു സ്ലൈഡിംഗ് ഡോറ് നൽകിയിരിക്കുന്നു ബാൽക്കണിയിലേക്ക്. ഈ കോർണറിലായിട്ട് മൾട്ടിവുഡിൽ ഒരു കബോർഡ് വർക്കും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറക്കുന്ന ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിലെ സ്റ്റഡി റൂമിലേക്കാണ് വരുന്നത്. ഒന്നെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമായിട്ടോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഏകദേശം 18 അടി നീളവും 8 അടി വീതിയുമാണ് ഈ റൂമിനുള്ളത്. ഇവിടെയായിട്ട് കബോർഡ് വർക്കും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോർത്ത് ഫേസിംഗ് ആയിട്ട് ഒരു ചെറിയ ബാൽക്കണിയും നൽകിയിരിക്കുന്നു. ായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതേപോലെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും കാക്കനാടേക്ക് 8 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 4.3 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് 170 ലിങ്സ് സ്ഥലത്ത് 2030 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.